അഭിഷേകമല്ല എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിന്റെ 3 വചനം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആർദ്ര സ്നേഹത്താൽ ഞാൻ നിന്നെ എങ്കിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഏറ്റവും അതിശക്തമായ സ്നേഹം തന്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ആ ആഗ്രഹവും കൊതിയോടുകൂടെയാണ് കർത്താവ് ഇത് പറയാൻ ഇടവരുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ മാനവജാതിയുടെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിലാണ്. സ്നേഹം 2 വിധത്തിലുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് മാനുഷിക സ്നേഹം എന്നതും അല്ലെങ്കിൽ ലോകസ്നേഹം. 2 ദൈവത്തിന്റെ സ്നേഹം. ലോകസ്നേഹം അത് താൽക്കാലികമാണ്, അത് എപ്പോഴും കാര്യലാഭത്തിനുള്ള സ്നേഹമാണ് ലോകസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് നിത്യമായ സ്നേഹമാണ് ദൈവസ്നേഹം. എന്നാൽ ലോകസ്നേഹത്തിൽ അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു, ഗുരു ശിഷ്യരെ സ്നേഹിക്കുന്നു, ഇടയൻ ആടുകളെ സ്നേഹിക്കുന്നു. അത് നേരെ തിരിച്ചു തന്നെ. മക്കൾ അപ്പനെ സ്നേഹിക്കുന്നു ബഹുമാനത്തോടും കടമയോടും കൂടെ. ശിഷ്യൻ ഗുരുവിനെ സ്നേഹിക്കുന്നു ഗുരുഭക്തിയോടുകൂടെ. ആടുകൾ ഇടയനെ സ്നേഹിക്കുന്നു യജമാന ഭക്തിയോടുകൂടെ. ഇവിടെയും ഒരു കാര്യലാഭത്തോടുകൂടെയുള്ള സ്നേഹമാണെങ്കിൽ നമുക്കറിയാം, യേശുവിന്റെ സ്നേഹം അഗാപ്പയുടെ സ്നേഹമാണ്, പങ്കുവയ്ക്കുന്ന സ്നേഹമാണ്, നമ്മളെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയാത്തൊരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാത്രം സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച ദൈവമാ, ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവമാ, സ്നേഹിതന് വേണ്ടി ജീവനർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഒരേ ഒരാളോ പറഞ്ഞുള്ളൂ, അത് യേശു കർത്താവാ. അതുകൊണ്ടാണ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു. കർത്താവ് അത്ര വലിയ സ്നേഹമാണ് നമ്മുടെ മേലേക്ക് ചൊരിഞ്ഞു തന്നത്. ലോകത്തിൽ ആരും തരാത്തൊരു സ്നേഹം തരുന്ന ഒരേ ഒരാളാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ക്രൂശിത മരണം, അവന്റെ ചോര, അവന്റെ ശരീരം നമുക്ക് വേണ്ടി കീറി മുറിച്ച് തന്നിട്ട് ഒരു പ്രതിഫലവും അല്ലെങ്കിൽ ഒരു ലാഭേച്ഛ ഒന്നും നമ്മളോടൊന്നും ചോദിച്ചില്ല, നമ്മളോടൊന്നും അവൻ കരുതിയില്ല. അവന് വേണ്ട അവനുള്ളത് മുഴുവൻ നമുക്ക് പകർന്നു തന്നവന്റെ സ്നേഹമാണ്. ഈ ഒരു സ്നേഹം അനുഭവിച്ചാൽ നമുക്കും കർത്താവിനോട് കൂടെ ജീവിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കാര്യലാഭം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ കൊടുക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൂലി കൊടുക്കുമ്പോൾ അത് അവന്റെ ജോലിയുടെ കൂലിയാണെന്ന് വിചാരിച്ചു കൊടുക്കുന്നേക്കാൾ ഉത്തമമായി ഈ കൊടുക്കുന്ന പൈസ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. സ്നേഹത്തോടെ കൊടുക്കണം. നമ്മൾ എന്ത് കൊടുത്താൽ, ഭക്ഷണം കൊടുത്താലും സ്നേഹത്തോടെ, നമ്മൾ എന്ത് കൊടുത്താലും സ്നേഹത്തോടെ കൊടുത്തു നോക്കിക്കുകയും സ്നേഹത്തോടെ തന്ന കർത്താവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ നമുക്കിടയാകും. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.